ആസാമിനെ എന്തിനാ ഒഴിവാക്കിയത്? ആസാം മറ്റൊരു വഴിയിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തമല്ലേ? അപ്പം ചില സംസ്ഥാനങ്ങളെ ഒഴിവാക്കുകയും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിർബന്ധമായി നടപ്പാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ബീഹാർ മോഡൽ രാജ്യത്താകെ നടപ്പാക്കാനുള്ള നീക്കമാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് മുഖ്യമായിട്ടുള്ള പ്രശ്നം. അത് ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായതുകൊണ്ട് ഇവിടെ അത് ഞങ്ങളോട് വിശദീകരിക്കുന്നു എന്ന് മാത്രം. സത്യസന്ധമായ കാര്യം ഇതാണ്. വോട്ടർമാരെ 3 തരംതിരിക്കുകയാണ്. 87 മുമ്പ്, 87 ശേഷം, 2004 വരെ, 2004 ശേഷം. ഇതെങ്ങനെയാ തീരുന്നത്? ആണും പെണ്ണും മനസ്സിലാക്കാം. ഇതെന്താ ഈ കട്ട് ഓഫ് ഡേറ്റ്? പൗരത്വ രജിസ്റ്റർ വേറെന്താ? പൗരത്വ ഭേദഗതി നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അല്ലാതെ വേറെന്താ? വോട്ടർമാർ എന്യൂമറേഷൻ ഫോറത്തോടൊപ്പം പൂരിപ്പിച്ചു നൽകേണ്ട രേഖകൾ എന്ന് പറഞ്ഞിട്ട് ആ 13ാമത്തെ ഒരു രേഖ ചേർത്ത് ബീഹാറിലെ SIRന്റെ പതിപ്പ്. അപ്പൊ ബീഹാറുടെ നടപ്പാക്കാനാണെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും. നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും പരിശോധിക്കും. അല്ല, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കാനിരിക്കുന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ഏത് കാര്യത്തിൽ വിന്യസിക്കും? ഇതൊരു പ്രശ്നമല്ലേ? അതുകൊണ്ട് അതിന്റെ നിയമപരമായ കാര്യം സ്വാഭാവികമായും നിയമവിദഗ്ധന്മാരുമായി ആലോചിക്കും.